MP-ആയി തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയങ്ക ഗാന്ധി ആദ്യമായി മണ്ഡലത്തിലെത്തി. രാഹുൽ ഗാന്ധിക്കൊപ്പം കരിപ്പൂരിലിറങ്ങിയ പ്രിയങ്കയ്ക്ക് വൻ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത്. അല്പസമയത്തിനകം മുക്കത്തെ ആദ്യ പൊതുയോഗത്തിൽ പ്രിയങ്ക പങ്കെടുക്കും. പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ പരിപാടി മുക്കത്താണ്. മുക്കത്തേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് സ്ക്രീനിൽ ഒരു വശത്ത് കാണുന്നത്. പ്രവർത്തകർ ആവേശോജ്വലമായ സ്വീകരണമാണ് മുക്കത്ത് പ്രിയങ്ക ഗാന്ധി MP-ക്ക് ഒരുക്കുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയ്ക്കൊപ്പമുണ്ട്. തത്സമയ ദൃശ്യങ്ങൾ. രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യങ്ങൾ. പ്രിയങ്ക ഗാന്ധിക്ക് അഭിവാദ്യങ്ങൾ. പ്രിയങ്ക ഗാന്ധിക്ക് അഭിവാദ്യങ്ങൾ. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യങ്ങൾ. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. പ്രിയങ്ക ഗാന്ധിക്ക് അഭിവാദ്യങ്ങൾ. രാഹുൽ ഗാന്ധി സിന്ദാബാദ്. രാഹുൽ ഗാന്ധി സിന്ദാബാദ്. പ്രിയങ്ക ഗാന്ധി സിന്ദാബാദ്. പ്രിയങ്ക ഗാന്ധി സിന്ദാബാദ്. ഷിത ജഗത് വിശദാംശങ്ങൾ നൽകും. ഷിത, ഇന്ന് 5 ഇടങ്ങളിൽ പരിപാടികൾ. ആദ്യ പരിപാടി മുക്കത്ത്. പ്രിയങ്കയ്ക്കൊപ്പം രാഹുലും എത്തുന്നു. എത്ര കണ്ട ആവേശത്തിലാണ് പ്രവർത്തകർ? MP ആയതിനു ശേഷം പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യത്തെ സന്ദർശനമാണ് വയനാട് മണ്ഡലത്തിലേക്ക്. അതിനെ വലിയ ആവേശത്തോടു കൂടെ തന്നെയാണ് ഇവിടെയുള്ള UDF പ്രവർത്തകർ സ്വീകരിക്കുന്നത്. ആദ്യ പരിപാടി തിരുവമ്പാടി മണ്ഡലത്തിലെ മുക്കത്താണ്. മുക്കത്തെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവർ ഇവിടെയുള്ള വോട്ടർമാരെ, തന്നെ വോട്ട് ചെയ്യിപ്പിച്ചയച്ച വോട്ടർമാരെ അഭിവാദ്യം ചെയ്യുകയാണ്. അതിനുശേഷം ഈ പരിപാടിക്ക് ശേഷം അടുത്തത് നിലമ്പൂർ മണ്ഡലത്തിലെ കരുളായിയാണ്. തൊട്ടു പിന്നാലെ വണ്ടൂർ മണ്ഡലത്തിലും പിന്നീട് എടവണ്ണയിലും അങ്ങനെ പരിപാടികൾ. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ആദ്യ ദിവസത്തെ സ്വീകരണ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. നാളെയാണ് വയനാട് ജില്ലയിലേക്ക് കടക്കുന്നത്. നാളെ വയനാട് ജില്ലയിൽ ആദ്യത്തെ പരിപാടി മാനന്തവാടിയിലാണ്. രണ്ടാമത്തെ പരിപാടി സുൽത്താൻ ബത്തേരിയിലും പിന്നീട് കൽപ്പറ്റയിലും നടക്കുന്ന പരിപാടിയാണ് ഉണ്ടാവുക. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം തിരികെ പോകുമെന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിലൊരു വ്യക്തത കൂടി വരുത്തേണ്ടതുണ്ട്. എന്തായാലും രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നടക്കുന്ന ഒരു പ്രതിഷേധത്തിന്റെയൊക്കെ കൂടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് രണ്ടുപേരുടെയും വരവ് എന്നുള്ളത് കൂടെ പറയണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ മുണ്ടക്കൈ ചൂരൽമല വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് UDF-ന്റെ തീരുമാനമെന്നുള്ളതും ഒപ്പം പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ ഈ കാര്യം കൃത്യമായി ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയും ചെയ്യുന്നത്. അതിൽ കൂടിയാണ് തന്റെ വോട്ടർമാർക്ക്, തന്നെ ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ച, വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചയച്ച വോട്ടർമാർക്ക് നന്ദി പറയാൻ വേണ്ടി പ്രിയങ്ക ഗാന്ധി എത്തുന്നത്. 2 ദിവസത്തെ സന്ദർശനമാണ് വയനാട് മണ്ഡലത്തിൽ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഷിത, മുക്കത്തെ പരിപാടിയിൽ എത്ര കണ്ട് പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ട്? അവിടെ എത്ര നേരം പ്രിയങ്ക കാണും? അടുത്ത പരിപാടി എവിടെ? പ്രിയപ്പെട്ട നമ്മുടെ പുതിയ MP പ്രിയങ്കാജി നമ്മളോട് നന്ദി പറയുന്നതിന് സൈഫുദ്ദീൻ, അല്പസമയത്തിനകം തന്നെ ഇവിടുത്തെ പരിപാടിയിൽ പ്രിയങ്ക ഗാന്ധി സംസാരിക്കും. ഇപ്പോൾ സ്വാഗത പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗത്തിന് ശേഷം നേരത്തെ പറഞ്ഞിരുന്ന സമയത്തിൽ നിന്ന് കുറച്ചുകൂടി 12 മണിയോടുകൂടെ മുക്കത്തെ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിട്ടാണ് പരിപാടി നടക്കുന്നത്. ഈ പരിപാടിയിൽ ഒരു അരമണിക്കൂറോളം ഒരുപക്ഷെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി 1 മണിക്കൂറോളം പ്രസംഗിച്ചേക്കാം. അപ്പോൾ ഒരുപക്ഷെ 1 മണിക്കൂറോളം നേരം ഇവിടെ ചെലവഴിച്ചതിന് ശേഷമായിരിക്കാം അടുത്ത പരിപാടിയിലേക്ക് പോകുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ആളുകളെല്ലാം തന്നെ വലിയ ഹർഷാരവത്തോടു കൂടിയാണ് പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് വന്ന സമയത്ത് തന്നെ അവർക്ക് വലിയ സ്വീകരണം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ തന്റെ വോട്ടർമാർക്ക് നന്ദി പറയാനെത്തിയ പ്രിയങ്കയെ കാണാൻ വേണ്ടി അതേപോലെ തന്നെ ഇവിടേക്ക് നേരത്തെ തന്നെ ആളുകൾ എത്തിയിട്ടുണ്ട്. ഈ പരിപാടിക്ക് ശേഷം അടുത്ത പരിപാടി കരുളായിലാണ്. കരുളായി എന്ന് പറയുന്നത് നിലമ്പൂർ മണ്ഡലത്തിന്റെ ഭാഗമാണ്. ആ നിലമ്പൂർ മണ്ഡലത്തിലെ കരുളായിലാണ് അടുത്ത പരിപാടിയിൽ പങ്കെടുക്കുക. പിന്നീട് വണ്ടൂർ മണ്ഡലത്തിലേക്ക് പോകും. തൊട്ട് പിന്നാലെ ഏറനാട് മണ്ഡലത്തിലെ എടവണ്ണയിലെ പരിപാടിയിൽ കൂടെ പങ്കെടുക്കും. അങ്ങനെ ഇന്ന് ഈ വയനാട്, കോഴിക്കോട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തനിക്ക് വലിയ വിജയം കരസ്ഥമാക്കാൻ സഹായിച്ച ആളുകൾക്ക് നന്ദി പറയാൻ പ്രിയങ്ക ഗാന്ധി എത്തുന്നത്. ആദ്യ പരിപാടികൾ ഇതൊക്കെയാണ്. നാളെയാണ് വയനാട് ജില്ലയിലേക്ക് കടക്കുക. ഇപ്പോൾ സ്വാഗത പ്രസംഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ രാഹുൽ ഗാന്ധിയും, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ വയനാടിന്റെ
MP പ്രിയങ്ക ഗാന്ധിയും ജനങ്ങളെ അഭിസംബോധന ചെയ്യും. രാഹുൽ ഗാന്ധിയോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട MP ആയതിനു ശേഷം മണ്ഡലത്തിലേക്കുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യത്തെ വരവ് ഇന്ന് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് സ്വീകരണ യോഗങ്ങൾ. നാളെയാണ് വയനാട്ടിലേക്ക് കയറുക. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിക്കൊപ്പമുണ്ട്. ഷിത ജഗത്താണ് വിശദാംശങ്ങൾ നൽകിയത്.